ഇത് ഏകദേശം 30,000 വർഷം മുമ്പുള്ള ശക്തമായ ഭൂകമ്പത്തിൽ പാറകൾ പൊട്ടിപ്പിടുന്നുണ്ടായ ഗുഹയാണത്. അന്ന് 2 ഗുഹ ഉണ്ടായിരുന്നു, താഴെ മേലെ. ഈ ഗുഹ ഇരിക്കുന്ന ഏകദേശം സമുദ്ര ലെവലിൽ നിന്ന് 4000 ഫീറ്റ് ഹൈറ്റിലാണ്. മുകളിലൊരു കല്ല് തങ്ങിയിരിക്കുന്നുണ്ടല്ലേ, അതിനാണ് എടക്കൽ എന്നറിയപ്പെടുന്നത്. ഈ തങ്ങിയിരിക്കുന്നതാണ് എടക്കൽ ഗുഹ എന്ന് അറിയപ്പെടുന്നത്. ഇത് ബ്രിട്ടീഷുകാരുടെ ഭരണ സമയത്ത് 1894 മലബാർ ബ്രിട്ടീഷ് പോലീസ് സൂപ്രണ്ട് ഫെഡറിക് കോസിറ്റ് നായാട്ടിനൊപ്പം കണ്ട ഗുഹ. 1901 ഇന്ത്യൻ ആന്റിക്വറി എന്ന പത്രികയിൽ പബ്ലിസിറ്റി ചെയ്തു. അപ്പോൾ നോക്കുമ്പോൾ 500 സ്ക്വയർ ഫീറ്റോളം ചിത്രങ്ങളുണ്ട്. കാർബൺ ഡേറ്റ് എന്ന് മനസ്സിലാക്കുന്ന ഇവിടെ 6000 വർഷപ്പഴക്കമുള്ള ചിത്രമുണ്ട്, 3000 വർഷപ്പഴക്കമുള്ള ചിത്രമുണ്ട്, 2300 കാലഘട്ട ചിത്രങ്ങളിൽ ലിപികളുണ്ട് ഇവിടെ. ഇത് പീരീഡ് ഓഫ് BC 4000 to 1000. ആ കാലഘട്ടങ്ങളിൽ ആദിവാസികൾ ട്രൈബൽസ് ഇവിടെ താമസിക്കുന്നു, സ്റ്റോണേജ് പീപ്പിൾ. അവരെന്ന അടുത്ത ജനറേഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി കുറേ ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്, മൂർച്ചയേറി കല്ലുകളുണ്ട്. അതിനാണ് കാർവിങ്സ് എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇത്ര ലോങ്ങുള്ള ഇത് മാത്രമേ ഉള്ളൂ. ഇതിലും പുരാണമായിട്ടുണ്ട് മധ്യപ്രദേശിലെ ഭീംബേഡ്ക എന്ന സ്ഥലത്ത്. അവിടെ റോക്ക് പെയിന്റിംഗ് ആണ്. അത് 10,000 ഇയേഴ്സ് റോക്ക് പെയിന്റിംഗ്, 6,000 ഇയേഴ്സ് റോക്ക് കാർവിങ്സ്. ഇതിൽ മെയിനായിട്ടുള്ള ചിത്രം ഒരു ഗോത്രത്തലവൻ കിരീടം അണിഞ്ഞ് നിൽക്കുന്നതാണ്. ഇതാണ് അതിന്റെ ഫേസ്. ഇത് കിരീടം, ഇത് കൈ, ഇത് ബോഡി. പൊൻതൂലാൽ കിരീടം അണിഞ്ഞും ആഭരണങ്ങൾ ചുറ്റിയും കൈ വെച്ച് നിൽക്കുന്ന മനുഷ്യരൂപം എന്നാണ് നമ്മുടെ ആൾക്കാർ പറയുന്നത്. ഇതാണ് ആ ഫോട്ടോ, കാണുന്നുണ്ടല്ലോ. ഇതാണ് ബാക്ക് സൈഡ് ഫോട്ടോ. മോൾ അതുപോലെ കിരീടം അണിഞ്ഞിട്ട് ഒരു സ്ത്രീ നിൽക്കുന്നുണ്ട്, കൈ. അതുപോലെ ഇവിടെ ഒരു കുട്ടി നിൽക്കുന്നുണ്ട്, അതിന്റെ കയ്യും ആയിട്ടുള്ള കിരീടം അണിഞ്ഞ് നിൽക്കുന്നത്. അവിടെ ഒരു ചക്രം കണ്ടില്ലേ, അതിലേക്ക് കൊമ്പം കണ്ട് കുത്തി ഒരു ആന നിൽക്കുന്നുണ്ട് അവിടെ, കാണുന്നുണ്ടോ? ആനയുടെ മുകളിലാണ് ലോക്കൽ കേടായി ദുബായിന്നോ ബേക്സ്പീന്നോ വരച്ചിട്ടുണ്ട്. ഇവിടെ ഈ കുട്ടീന്റെ തലേന്റെ മുകളിൽ ഒരു പുറകോട്ട് നോക്കി നിൽക്കുന്ന ഒരു വൈൽഡ് ഡോഗ് ടൈപ്പ് അനിമൽസ് ആണ് കാണുന്നുണ്ടോ? ഇവിടെ ഒരു ചക്രം കണ്ടില്ലേ, അതിന്റെ മുകളിൽ കഴുത്ത് ഉയർത്തി മേലോട്ട് ഉയർത്തിക്കുന്ന ഒരു പീക്കോക്കാണ്, സൺവിച്ച് പീക്കോക്ക് എന്ന് പറയും. അവിടെ നമുക്ക് ഒരു ലാട പോലെ കാണുന്നുണ്ട്, അതിന്റെ നടുക്ക് അപ്പുറം ഇപ്പുറം ചക്രങ്ങളുടെ താഴെ ഇട്ടിട്ടുണ്ട്, ഉരുണ്ടുവണ്ടിയാണ്. ഇതൊക്കെ ഏകദേശം 6000. ഇവിടെ എല്ലാം കുറേ ഡാമേജ് വെച്ചിട്ടാണ്. ഒരാൾ നിൽക്കുന്നുണ്ട്, ഒരു 2 ചക്രം ഒന്നുകൂടി വലിച്ചോണ്ട് പോകുന്നതാണ്. ഇവിടെ ഒരു ആമയുണ്ട്, ആമ. ഇവിടെയാണ് മൊബൈലെല്ലാം കാണാൻ പറ്റുന്നത്. ഒരു സ്ത്രീയും പുരുഷനും നിൽക്കുന്നുണ്ട്. പുരുഷൻ അമ്പുമില്ല, ചെയ്തുകൊണ്ടും സ്ത്രീ ഡാൻസ് കളിച്ചോണ്ട് നിൽക്കുന്നതാണ്. സ്ത്രീയുടെ ഹെഡ്, കയ്യ്, കാല, ഇടതുകാല, വലതുകാല. ഇത് പുരുഷന്റെ കിരീടം, ഇതാണ് അമ്പുമില്ല. ലേഡി ഡാൻസ് സൈലന്റ് ആയിരിക്കെ. ഇത് ഒരു ഉന്തുവണ്ടി തള്ളിക്കൊണ്ടു സ്ത്രീയുടെ രൂപമാണ്. സ്ത്രീ ഉന്തുവണ്ടി. അവിടെ നക്ഷത്രം, ഇതൊക്കെ അവരുടെ വെപ്പൺസ് ആണ്. ഇനി അവിടെ കാണുന്ന കുറച്ച് ചിത്രങ്ങളുണ്ട്. അവിടെ ഒരു ജാമതീയ രൂപത്തിലൊരു സ്ത്രീയുടെ പടമുണ്ട്, ട്രയാങ്കിൾ ലേഡി എന്ന് പറയും. ത്രികോണത്തിൽ വരച്ചിരിക്കുന്ന ശത്രുക്കന്മാർ. പിന്നെ അവിടെ ഒരു വൈൽഡ് മൃഗമാണ്, ഒരു മൃഗം, ജസ്റ്റ് ലൈക്ക് ഡൈനോസർ മോഡൽ 1 ബിഗ് അനിമൽ സിസ്റ്റർ. പിന്നെ കുറേ ട്രീസ്, ഫ്ലവേഴ്സ്, ഒരു ആന. അവിടെയാണ് ട്രഡീഷണൽ ഡാൻസ്, ടെമ്പിൾ ഡാൻസ് എന്ന് പറഞ്ഞാൽ കാവടിയാട്ടം, തെയ്യം എന്ന് പറയും. 2003 സേഫാണ്. ഇവിടുത്തോണ്ട് ഇതാണ് എടക്കൽ വീടിന്റെ ചരിത്രം. ഓക്കെ, ചേട്ടൻ്റെ പേരെന്താണ്? മത്തായി. ചേട്ടന് ഓക്കെ, താങ്ക് യു.